നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസീദാസ് സാറിന്റെ കൂടെയാണ് ഞാനെന്നുള്ളത്. നമുക്ക് സാർ എന്തിനാണ് നമ്മുടെ ഈ പവിഴദ്വീപിൽ എത്തി അതെന്താന്ന് അറിയണ്ടേ? സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സർ, ഫസ്റ്റ് തന്നെ വെൽക്കം ടു ബഹ്റൈൻ. സാറ് ഒന്ന് എന്താണെന്നുള്ളത് ഒന്ന് റിവ്യൂ ചെയ്യും. എന്തുകൊണ്ട് ബഹ്റൈനിൽ എത്തി എന്നുള്ളത്? ഞാനിവിടെ ബഹ്റൈനിൽ വന്നത്, ഈ പവിഴ തീരത്ത് വന്നത്, രണ്ട് മനോഹരമായ ഷോർട്ട് ഫിലിം കണ്ടു. അതിലെ ഒരു ഷോർട്ട് ഫിലിം അച്ഛൻ മാഷ് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. സത്യത്തിൽ വളരെ മനോഹരമായ രണ്ട് ഷോർട്ട് ഫിലിമാണ് ഇപ്പം ഞാൻ കണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്നുള്ള ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ അച്ഛൻ മാഷ് കണ്ടു, അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു. അത് അതാണിപ്പോൾ ലൈവായിട്ടുള്ള ഒരു മാറ്ററാണ്. കാരണം ലൈവായിട്ടുള്ളതാണ്. കാരണം എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന, ഓരോ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ലിനി സ്റ്റാലിൻ ചെയ്തിരിക്കുന്നത്. കാരണം അത് ലൈവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതിൽ ഇപ്പോൾ ഏതൊരു വീട്ടിലെടുത്ത് നോക്കിയാലും പല സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ നേരിട്ട് കാണുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു വളരെ നല്ല എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു അറിവ് ഉണ്ടാക്കുന്ന ഒരു ഹ്രസ്വചിത്രമാണ് അച്ഛൻ മാഷ്. കാരണം ഇപ്പോൾ കാണുന്ന ഒരു 10 പേര് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും തോന്നണം, എൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിവിടാൻ പാടില്ല എന്ന് തോന്നണം. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ തോന്നിയാൽ, ഒരു വീട് തോന്നൽ, ആ അച്ഛനോ അമ്മയോ ഇങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. കാരണം ഇപ്പോൾ ഈ വസ്തുക്കളൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി വയ്ക്കുന്ന വസ്തുക്കളൊക്കെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഒരു നിയമവുമില്ല. ആ നിയമമൊക്കെ മാറി. കാരണം അച്ഛൻ്റെ സ്വത്ത് അമ്മയുടെ സ്വത്തൊക്കെ മക്കൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന നിയമമൊക്കെ മാറിയിരിക്കുകയാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന മക്കൾക്ക് ഇതൊരു തിരിച്ചടിയാണ്. തീർച്ചയായും അച്ഛൻ മാഷ് എന്ന ഈ ഹ്രസ്വചിത്രം എല്ലാവർക്കും അത് ഉപകാരമാകുന്ന ഒരു ഹ്രസ്വചിത്രമാണ്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും നന്മയുള്ള ഒരു ചിത്രമാണ്. വളരെ സന്തോഷം എനിക്ക് ഈ ഹ്രസ്വചിത്രം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ഈ ബഹ്റൈനിൽ വന്ന് ഇങ്ങനെ ഒരു നല്ല സിനിമ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. കാരണം ഇവിടെയുള്ള ഒരുപാട്